പൗലോസ്ലീഹായുടെ ജീവിതത്തിന്റെ കൗമാരവും ബാല്യവും ചെലവഴിച്ച ഇടമാണ് ശൗലായിരുന്ന നാളുകൾ. തർസോസ്, ഞാനൊരു പേര് വിളിക്കുന്നു, സ്പേസ് ഓഫ് ഇൻസോളൻസ്, പ്രാകൃത സ്വഭാവത്തിന്റെ സ്ഥലം. സ്പേസ് ഓഫ് ഇൻസോളൻസ്. എന്താണ് തർസോസ്? എനിക്കും താങ്കൾക്കും ഒരു തർസോസ് ഉണ്ട്. പ്രാകൃത സ്വഭാവത്തിന്റെ ഹിംസ മുഴുവൻ പത്തി വിടർത്തിയാടുന്ന ഗുണ്ടയായി മാറിയ ഒരു ചെറുപ്പക്കാരന്റെ യൗവനം, കൗമാരം, തർസോസ്. ധിക്കാരം, അധിക പ്രസംഗം. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ ഞാൻ എടുത്തോട്ടെ. ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ, അദ്ദേഹം ജനിച്ച വർഷം അറിയില്ല, BC 2 ആണെന്ന് തോന്നുന്നു. തർസോസിന്റെ പ്രത്യേകത പ്രൗഢി വിളയാടിയിരുന്ന ഭൂമിയാണ്. സുഗന്ധവർഗം, ആട്ടിൻ രോമം, കമ്പിളി വസ്തുക്കൾ എന്നിവയ്ക്കൊക്കെ ഏറെ പേര് കേട്ടിരുന്ന സ്ഥലം. പാണ്ഡിത്യം വഴിഞ്ഞൊഴുകിയ പട്ടണം. അന്ന് അറിയപ്പെട്ടിരുന്ന 3 സർവകലാശാലകളുണ്ട്. 1 ഏഥൻസ്, 2 അലക്സാണ്ട്രിയ, 3 തർസോസ്. 3 സ്ഥലങ്ങളാണ്. റോമ പൗരത്വം കൽപ്പിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഭൗതികതയുടെ നേട്ടങ്ങളിൽ മുന്നിൽ നിന്ന സ്ഥലമാണ്. സുഖലോലുപതയുടെ ഇടമായിരുന്നു തർസോസ്. അവിടെ വിദ്യാഭ്യാസത്തിനോ സാംസ്കാരികതയ്ക്കോ കുറവില്ല. പക്ഷേ ജീർണതകളിലേക്ക് കൂപ്പുകുത്തിയ ഒരു മനുഷ്യന്റെ യൗവനം അവിടെ കാണാം. ചോരത്തിളപ്പിൽ, ജീവിതത്തിന്റെ സുഖപ്രമത്തറയിൽ തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു ശൗൽ. 1-ാം സ്ഥലം തർസോസ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ഈ പൗലോസ്ലീഹയുടെ എൻട്രി എങ്ങനെയാണെന്നറിയാം? ഒരു വല്ലാത്ത എൻട്രിയാണ്. ഒരു കൊലപാതകത്തിന്റെ ഗന്ധത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8:1 പൗലോസ്ലീഹയുടെ എൻട്രി. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. സ്തഫാനോസിന്റെ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ടയുടെ പരിവേഷം കെട്ടി വേദപുസ്തകത്തിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനാണ് ശൗൽ. അങ്ങനെ എല്ലാവരും പേടിച്ചിരുന്നു. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രൂദ്ധനാം സർപ്പത്തേക്കാൾ എത്രയും പേടിക്കണമെന്നാണല്ലോ ഭാരതം പറയുക. സത്യവും ധർമ്മവും വെടിഞ്ഞ പുരുഷനെ, മനുഷ്യനെ പാമ്പിനേക്കാൾ പേടിക്കണം. അങ്ങനെയാണ് ഈ ശൗൽ. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിലും പ്രാകൃത സ്വഭാവത്തിന്റെ ഒരു തർസോസ് പലപ്പോഴും ഉണ്ട്. നമ്മുടെ ഈ പുറം ചേലകൾക്കുള്ളിൽ പലപ്പോഴും തനി ഗുണം, നാടൻ ഭാഷ, തനി ഗുണം പുറത്തു വരുന്ന തർസോസ്. നാം ചെയ്യുന്ന കർമ്മങ്ങളോ, നാം ചൊല്ലിക്കൂട്ടുന്ന ലുത്തുനിയകളോ, നമ്മുടെ പ്രാർത്ഥനാ ശീലുകളോ നമ്മെ തുണയ്ക്കാത്ത, അയാൾ തന്നെയാണോ ഇയാൾ എന്ന് നാട്ടുകാർക്ക് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. പ്രാകൃത സ്വഭാവത്തിന്റെ തർസോസ് എനിക്കും താങ്കൾക്കുമില്ലേ? ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തർസോസ് ഉണ്ട്. ആ വലിയ മനുഷ്യനും ഉണ്ടായിരുന്നു. ആയ കാലം, ചോരത്തിളപ്പന്റെ യൗവനം, ത്രസിപ്പിക്കുന്ന കൗമാരം, മോഹങ്ങളുടെ തേരിലേറി യാത്ര ചെയ്യുന്ന 20കൾ, 22കൾ, അങ്ങനെയൊക്കെ പറയാം. നമുക്കുമുണ്ട്. സ്വയം മറന്ന് ആടിത്തീർത്ത ഇന്നലകൾ. എന്നെ കേൾക്കുന്ന ഒരു മധ്യവയസ്കനോ, എന്നെ കേൾക്കുന്ന ഒരു 60ഓ 70ഓ കഴിഞ്ഞ മനുഷ്യനോ, അല്ലെങ്കിൽ 40 കഴിഞ്ഞ മനുഷ്യരോ, ഇപ്പൊ താങ്കളൊന്ന് തിരിഞ്ഞു നോക്കൂ. ഒരു തർസോസ് ഉണ്ടായിരുന്നില്ലേ 20കളിലും 25കളിലും ഒക്കെ? ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത, ആരും പറഞ്ഞ കേൾക്കാത്ത, ഒരാളെ പോലും വകവയ്ക്കാത്ത ഒരു തർസോസ്. അതാണ് പൗലോസ്ലീഹ. അദ്ദേഹത്തിന്റെ ആദ്യ ജീവിതമാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ 2017 മറ്റോ ഇടം പിടിച്ചൊരു പുതിയ വാക്കുണ്ട്. 2-3 വാക്കുകൾ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഒരു വാക്ക് യൂത്ത് ക്വേക്ക് എന്ന വാക്കാണ്. നമ്മൾ എർത്ത് ക്വേക്ക് എന്ന് കേട്ടിട്ടുണ്ട്, ഭൂമി കുലുക്കം. യൂത്ത് ക്വേക്ക് എന്ന വാക്ക് കഴിഞ്ഞ 1-2 വർഷത്തിന് മുൻപ് ലോകത്ത് രൂപപ്പെട്ട വാക്കാണ്. എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന യുവത്വം. അതൊരു പോസിറ്റീവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആവേശത്തിന്റെയും സാധ്യതകളുടെയും. അത് തിന്മയിലേക്ക് ഉപയോഗിച്ചാലോ മനസ്സിൽ ആയുധം രൂപം കൊള്ളുന്ന തർസോസ്.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഒരു തിരിച്ചറിവില്ലാത്ത തർസോസ് ഇന്നലകളിൽ ഉണ്ടായിരുന്നില്ലേ? ഈ തർസോസ് മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് പറയാറുണ്ട്. 5 കുപ്പികൾ മനുഷ്യ ജീവിതത്തിന്റെ ഒരു യാത്രയെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഒക്കെ ജീവിതത്തില് 5 കുപ്പികൾ. കുപ്പി എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ചിന്തയാണ് മനസ്സിലേക്ക് വരിക. എന്തോ വന്നോട്ടെ, ഒരാളുടെ ജീവിതത്തിന് ഈ 5 കുപ്പികൾ ഒരു യാത്ര പോലെയാണ്. ഒന്നാമത്തെ കുപ്പി ഫീഡിംഗ് ബോട്ടിലാണ്. എന്ന് പറഞ്ഞാൽ 6 മാസം പ്രായമുള്ളപ്പോഴും 1 വയസ്സോ 1.5 വയസ്സോ പ്രായമുള്ളപ്പോ ഒരു ഫീഡിംഗ് ബോട്ടിൽ അല്ലേ നിറയെ പാലുമായി കുഞ്ഞുങ്ങളുടെ ചുണ്ടിൽ ഇരിപ്പുണ്ടാവും. ഇപ്പോഴിപ്പോഴത് കൂടി, പ്രായമുള്ളവരൊന്നും ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴിപ്പോൾ അത് കൂടിയിട്ടുണ്ട്. ഫീഡിംഗ് ബോട്ടിൽ, ആ ഫീഡിംഗ് ബോട്ടിൽ നുണഞ്ഞുകൊണ്ടാണ് ജീവിതം ആരംഭിക്കുക. അത് ശൈശവത്തിന്റെ നിഷ്കളങ്കതയെ സൂചിപ്പിക്കുന്നു എന്നാണ് ഫീഡിംഗ് ബോട്ടിൽ. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോ ഫീഡിംഗ് ബോട്ടിൽ മാറും. പിന്നെ രണ്ടാമത്തെ കുപ്പി കോളായുടെ കുപ്പിയാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കുപ്പിയാണ്. അത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, സർവ്വസാധാരണമാണ്. അത് ബാല്യത്തിന്റെ കൃത്രിമത്വത്തെ സൂചിപ്പിക്കുന്നു. കൃത്രിമത്വമാണല്ലോ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ പ്രത്യേകത. പ്ലാച്ചിമട നമ്മുടെ മനസ്സിൽ ഒരു നീറ്റലാണ്. കൃത്രിമത്വത്തെ സൂചിപ്പിക്കുന്നതാണ്, ബാല്യത്തിന്റെ കൃത്രിമത്വത്തെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ കുപ്പി അത് പരിചയമുള്ള കുപ്പിയാണ്. അത് വിസ്കി കുപ്പി. അവനവന് ഇഷ്ടമുള്ള ബ്രാൻഡ് ചേർക്കാം. അത് യൗവനത്തിന്റെ വഴിവിട്ട അവസ്ഥയെ സൂചിപ്പിക്കുന്നു. മലയാളി കുടിച്ചു തീർക്കുന്ന മദ്യത്തിന്റെ കണക്കുകൾ ഇപ്പോൾ നാം ഞെട്ടാറില്ല. അപ്പോൾ ഫീഡിംഗ് ബോട്ടിലിൽ നിന്ന്, ശൈശവത്തിന്റെ നിഷ്കളങ്കതയിൽ നിന്ന് ബാല്യത്തിന്റെ കൃത്രിമത്വത്തിലേക്ക്, പിന്നീട് വഴിവിട്ട യൗവനത്തിലേക്ക്, അതിങ്ങനെ പോകുന്നുണ്ട്. മൂന്നാം കുപ്പി ബ്രാൻഡ് ഇഷ്ടമുള്ള പേരെഴുതിക്കോളൂ. നാലാമത്തെ കുപ്പി ഒരു മധ്യവയസ്സ് കഴിയുമ്പോ അത് മിനറൽ വാട്ടറാണ്. തുള്ളി തൊടരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കമ്പനിക്ക് പോലും ചെറുതുപോലും വേണ്ട. അപ്പൊ ഇനി ജീവിക്കണം, പിള്ളേരൊക്കെ ആയി എന്ന് തോന്നുമ്പോൾ ഒരു 40-45 കഴിയുമ്പോ ചിലതൊക്കെ അങ്ങോട്ട്, ചില കുപ്പി അങ്ങോട്ട് മാറ്റിവെക്കും. പിന്നത് തിരിച്ചറിവിന്റെ മിനറൽ വാട്ടറാണ്. മധ്യവയസ്സാണത് മിനറൽ വാട്ടർ. അതൊരു കുപ്പിയാണ്. ഡോക്ടറുടെ വിലക്കുണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദമുണ്ട്. 50-60 ഒക്കെ എങ്ങനെ പോയി? ഇതെല്ലാരെയും സംബന്ധിച്ച കാര്യമല്ല. അവസാനം ഒരു കുപ്പിയുണ്ട്, 5-ാമത്തെ കുപ്പി. ആ കുപ്പി തലകീഴായിരിക്കുന്നൊരു കുപ്പിയാണ്. തലകീഴായി തൂക്കിയിട്ടിരിക്കുന്നൊരു കുപ്പിയാണ്. ICUവിന്റെ 1000 കുഴലുകൾക്കിടയിൽ തലകീഴായി നേർത്ത തണുത്ത അന്തരീക്ഷത്തിൽ നീളമുള്ള ഒരു കുഴലിൽ കൂടെ ഇറ്റിറ്റു വീഴുന്ന ഡ്രിപ്പ്. അത് നിസ്സഹായതയുടെ വാർദ്ധക്യമാണ്. ഇനി മുന്നോട്ടില്ല. മുൻപുള്ള ചില കുപ്പികൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ 5-ാമത്തെ കുപ്പി ഒന്ന് വൈകിപ്പിക്കാമായിരുന്നു. 5-ാമത്തെ കുപ്പിയിൽ തീരും. ഫീഡിംഗ് ബോട്ടിലിൽ തുടങ്ങി ബാല്യത്തിന്റെ ശൈശവത്തിന്റെ നിഷ്കളങ്കതയിൽ നിന്ന് കൃത്രിമത്വത്തിന്റെ ബാല്യത്തിലൂടെ, വഴിവിട്ട യൗവനത്തിലൂടെ, തിരിച്ചറിവിന്റെ മധ്യവയസ്സിലൂടെ നിസ്സഹായതയുടെ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുമ്പോ ഇന്നലകളിലെ തർസോസിനെ കുറിച്ച് നാം ഓർക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന് പറയാറുണ്ട് 3 L, അതിൽ അവസാനിക്കുന്ന 3 ഘട്ടമാണ് നമുക്കുള്ളത്. 3 L. ഒന്നാമത്തെ L ത്രിൽ എന്ന് പറയും. ത്രിൽ തർസോസിൻ്റെതാണ്. എന്ത് ചെയ്യാൻ ഒരു മടിയില്ല. അവന്റെ ഡ്യൂക്ക് ബൈക്കിൽ 180 കിലോമീറ്റർ സ്പീഡിൽ കൂടി റോഡിൽ കൂടെ പോകും. എന്തിനാണ്? അവന്റെ അമ്മൂമ്മയ്ക്ക് മരുന്ന് മേടിക്കാനൊന്നും പോവല്ല ശ്വാസം മുട്ടലിന്റെ, മറിച്ച് 4 പേരൊന്ന് കാണുക. ത്രില്ലാണ്.
അത് തർസോസിന്റെ ത്രില്ലടിച്ച് നടക്കുന്ന ഒരു യൗവനം. അത് കാണാൻ ഒന്നാമത്തെ അല്ലേ. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പം മറ്റൊന്നുണ്ട്, ബിൽ എന്ന് പറയും. 10-35 കഴിയുമ്പോ, 10-40 കഴിയുമ്പോ ഭാര്യയും പിള്ളേരുമായി ജീവിതം ഒന്ന് സെറ്റിലാകുമ്പോ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസിന്റെ ബില്ല്, ആശുപത്രിയുടെ ബില്ല്, പത്രത്തിന്റെ ബില്ല്, പാലിന്റെ ബില്ല്, മൊത്തത്തിൽ ബില്ല്. അതൊരു 40-50 ആ ബില്ലിൽ നമ്മളിങ്ങനെ കുടുങ്ങും. അത് കഴിഞ്ഞിട്ട് ഒരു 60-65 കഴിയുമ്പോ മൂന്നാമത്തെ ഒരു എല്ലുണ്ട്, അത് ഇൽ എന്നുള്ളതാണ്. രോഗം, വയ്യ, മേല. ഒരു ഗതി എന്തെന്നറിയാം, നമ്മൾ ത്രില്ലിലാകുമ്പോ നമ്മുടെ അപ്പൻ ബില്ലേല, നമ്മുടെ വല്യപ്പൻ ഇല്ലില്ല. ഇനി നമ്മൾ ബില്ലിലാകുമ്പോ നമ്മുടെ പിള്ളേര് ത്രില്ലില്ല, നമ്മൾ ഇല്ലിലാകുമ്പോ നമ്മുടെ കൊച്ചുമക്കള് ത്രില്ലില്ല. എന്നാൽ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് വചനം പഠിപ്പിക്കുന്നു, നീ വെൽ ആയിരിക്കുമോ, നീ നന്നായിരിക്കുമോ. ദാവീദ് എന്ന വാക്കിന് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് വെൽ ബിലവഡ്, ദൈവത്തിന് പ്രിയപ്പെട്ടവൻ. ഈ എല്ലിന്റെയൊക്കെ ഇടയ്ക്ക് വെല്ലായിരിക്കുമോ. ഒരു ത്രില്ലിന്റെ തർസോസ്, തലകീഴായി തൂങ്ങിയാടുന്ന കുപ്പിയുടെ മുൻപിൽ, നെടുവീർപ്പുകളുടെ മുൻപിൽ, ഊർദ്ധശ്വാസത്തിന് മുൻപിൽ തിരിച്ചറിവ് നഷ്ടപ്പെട്ട തർസോസിനെ കുറിച്ച് ഓർക്കുമോ? രക്ഷയില്ലനി. ഒന്നാം സ്ഥലം തർസോസ്. നമുക്കൊക്കെ ഉള്ളതാണ് ഒരു യൗവനം. പൗലോസ്ലീഹായുടെ ജീവിതത്തിന്റെ ആദ്യത്തെ സ്ഥലം അതാണ്. നമ്മളിപ്പോൾ ആ തർസോസിന്റെ വഴിയിൽ കൂടെ, സുഖപ്രമത്തരയുടെ നാട്ടിൽ കൂടെ, സമ്പന്നതയുടെ നാട്ടിൽ കൂടെ, സാംസ്കാരിക അഭിവൃദ്ധിയുടെ നാട്ടിൽ കൂടെ പോവാ. ഈ സുഖവും സന്തോഷവും ഒക്കെ കൂടുമ്പോഴാണ് നമ്മളൊക്കെ ഒരുപാട് ത്രില്ലേ പോന്നെ. സ്വയം മറക്കുന്ന തർസോസ്. രണ്ടാം സ്ഥലത്തിലേക്ക് പോകാം അല്ലേ. തർസോസിൽ നിൽക്കല്ലേ, അത് അപകടമാണ്. നമുക്ക് രണ്ടാം സ്ഥലം ദമസ്കോസ്. പൗലോസ്ലീഹയുടെ ജീവിതത്തിലെ രണ്ടാം സ്ഥലം ദമസ്കോസ്. ഇത് 6 സ്ഥലങ്ങളാണ്. എന്താണ് ഈ ദമസ്കോസ്? സ്പേസ് ഓഫ് ഇൻസ്പെക്ഷൻ. ഒന്നാമത്തേത് സ്പേസ് ഓഫ് ഇൻസോളൻസ്, പ്രാകൃത സ്വഭാവം. 2 ദമസ്കോസ്, സ്പേസ് ഓഫ് ഇൻസ്പെക്ഷൻ, പരിശോധനയുടെ ഇടം. ദമസ്കോസിന്റെ പടിവാതിലിൽ സർവം മറന്ന് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഉടഞ്ഞു വീഴുന്ന ഒരു പളുങ്കുപാത്രം പോലെ, ചില്ലു ചഷകം പോലെ നുറുങ്ങി വീഴുന്ന ഒരു കാഴ്ചയുണ്ട് പുസ്തകത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 35-ാമത്തെ 3-ാം വാക്യം. ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം മിന്നി. നിങ്ങളും ഇങ്ങോട്ട് പറയണേ, ഞാൻ പറയുമ്പോ. നിലത്ത് വീണു. ആരാണ്? ശൗൽ. എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കോളൂ കേട്ടോ, കാരണം നമുക്ക് ഒന്നാമത് ആളുകളില്ല. അതിന്റെ മുൻപിലെ മാനസിക സമ്മർദ്ദം നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരുടെ ഒരു പ്രതികരണം കൂടെ ഇല്ലാതാകുമ്പോൾ അത് ഭാരമാണ്. അതുകൊണ്ടാണ് ഒരു ചില്ലുപാത്രം പോലെ ഉടഞ്ഞു വീഴുന്ന ഒരു ചെറുപ്പക്കാരൻ. ആകാശത്തു നിന്നൊരു വെളിച്ചം മിന്നി, ദേ വീണു ശൗൽ. അതെ, ദമസ്കോസിന്റെ പ്രാകൃത സ്വഭാവത്തിൽ സ്വയം മറക്കുന്ന ശൗലേ, നിന്നെ വീഴ്ത്തുന്ന ഒരു ദമസ്കോസ് ഉണ്ട്. ആര് പറഞ്ഞാലും കേൾക്കാത്തൊരു തർസോസ്, ലോകത്തൊരുത്തം പറഞ്ഞാലും അനുസരിക്കില്ല. നിനക്കൊരു ദമസ്കോസ് ഉണ്ട്. അപ്രതീക്ഷിതമായ അന്ധതയുടെ ഇടമാണ് ഇത്. പ്രതീക്ഷിതമല്ല, പ്രതീക്ഷിക്കാതെ കിട്ടുന്ന അന്ധതയുടെ 72 മണിക്കൂറാണ് പരിശോധന. ഓർക്കണം, ഞാനൊരു കാര്യം പറയാം. ക്രിസ്ത്യാനികളെ കൈക്കു പിടിച്ച് വലിച്ചിഴച്ച ഒരു ചരിത്രമാണ് ഇയാൾക്കുള്ളത്, ശൗലിന്. പക്ഷെ ദമസ്കോസിൽ എഴുന്നേറ്റ ശൗലിന്റെ അനുഭവം എന്തെന്നറിയാം? അയാളെ, അന്ധനായ ശൗലിനെ കൈക്കു പിടിച്ച്
കൊണ്ടുപോയി. അതാണ് വാളെടുത്തവൻ വാളാൽ വീഴുന്ന ചരിത്രം. ഒരുപാട് തർസോസ് കളിച്ചവൻ, ഒരുപാട് പ്രാകൃത സ്വഭാവത്തിൽ ഓടിയവന്റെ കൈക്ക് പിടിച്ച് കൊണ്ടുപോകുന്നു. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നാണ് സ്വർഗം ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതം എങ്ങനെയാണ്? അപ്രതീക്ഷിതമായ ചില അന്ധത, അപ്രതീക്ഷിതമായ ചില സങ്കടം. അപ്പോൾ കഴിഞ്ഞുപോയ തർസോസിന്റെ ദുർനടപ്പോർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ നിനക്കൊരു തർസോസ് ഉണ്ടെങ്കിൽ ഇന്ന് ഉറപ്പാ ഒരു ദമസ്കോസ് വരുന്നുണ്ട്. ഓർക്കണേ, സ്വയം മറന്നു പോകല്ലേ. ദമസ്കോസ് പരിശോധനയുടെ ഇടമാണ്. ബൈബിളിൽ 72 മണിക്കൂർ പലപ്പോഴും പരിശോധനയുടേതാണ്. യോന 3 ദിവസം 72 മണിക്കൂർ, അതൊരു ദമസ്കോസ് തന്നെയാണ്. അബ്രഹാം മോറിയ മല കയറിയപ്പോൾ 3-ാം ദിവസം, അതൊരു പരിശോധനയുടെ ഇടമാണ്. കല്ലറയിൽ പൊന്നുതമ്പുരാൻ 3 ദിവസം, അതൊരു പരിശോധനയുടെ ഇടമാണ്. പ്രിയപ്പെട്ടവരെ, കൈക്ക് പിടിച്ച് വലിച്ചവന്റെ കൈ പിടിച്ചു കൊണ്ടുപോകേണ്ട ഗതികേട്. യാക്കോബ് പ്രസവിക്കപ്പെട്ടപ്പോ ചേട്ടന്റെ കാലെ പിടിച്ചോണ്ടാ നിന്നെ ഞാൻ വീട്ടില്ലടാ, അല്ലേ ഏശാവിനോട്. ആ യാക്കോബ് അവസാനം മുടന്തി നടന്നില്ലേ? ചേട്ടന്റെ കുതികാല് പിടിച്ചവന്റെ, ചേട്ടന്റെ കാല് വാരിയവന്റെ കാൽ ഉളുക്കിപ്പോയ ചരിത്രമുണ്ട്. പണി സ്വർഗം ചിലപ്പോ തരും. നമ്മൾ വിചാരിക്കുന്നൊരു പണി മനുഷ്യനെ തരുവുള്ളെന്ന, പക്ഷെ സ്വർഗം തരുന്ന ആ വാക്ക് ഉപയോഗിക്കുന്ന നിങ്ങൾ ക്ഷമിക്കണം. സ്വർഗം തരുന്ന ഇത്തരം ചില അനുഭവങ്ങൾക്ക് ഒരു കാലതാമസം ഉണ്ടായേക്കാം, ഉടനെ ചിലപ്പോ കാണത്തില്ല. പ്രിയപ്പെട്ടവരെ, തർസോസിന്റെ പ്രാകൃത സ്വഭാവം കാണിക്കുന്നവന് ദമസ്കോസിന്റെ അപ്രതീക്ഷിത ശോധന ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, അയാൾ ഏകനായി പോയി. ഇപ്പോൾ അയാൾക്ക് ആരും കൂട്ടില്ല. ഞാൻ ആരോടിതെല്ലാം പറയും, പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. അങ്ങനെ ചില നിമിഷങ്ങൾ, അതാണ് ദമസ്കോസ്. ഞാൻ ആരോടിതെല്ലാം പറയും, പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ മനമുരുകും നേരം ഞാൻ കാണുന്നില്ല ആരെയുമെങ്ങും. അതെ, ആരോടും പങ്കുവയ്ക്കാനാകാത്ത ചില പാനപാത്രങ്ങൾ ഒറ്റയ്ക്ക് അടിമട്ട് വരെ വലിച്ചു കുടിക്കേണ്ട ചില ദമസ്കോസുകൾ. ഇന്നലകളിൽ അയാൾക്ക് എത്ര കൂട്ടുകാരായിരുന്നു! ഇന്നലകളിൽ ശൗലിന് അനുധാവനം ചെയ്ത ഗുണ്ടാ സംഘമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഏകനായി മുന്തിരിച്ചക്ക ചവിട്ട. ഞാൻ ആരോടിതെല്ലാം പറയും. ഒരേകാന്തതയുടെ ദമസ്കോസ്, ഏകനായി പോകുന്ന നിമിഷങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആ ദമസ്കോസിൽ പൗലോസ്ലീഹായ്ക്കുണ്ടായ ഒരു മനംമാറ്റമുണ്ട്. അവിടെ തന്റെ ജീവിതത്തെ തിരിച്ചു പിടിക്കുക. ജോർജ് മത്തീസൺ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനുണ്ട്. അദ്ദേഹം അന്ധനായിരുന്നു. പിറവിയിലെ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ പിന്നീട് അദ്ദേഹം അന്ധനായപ്പോ അദ്ദേഹം എഴുതി, The love that seeks me through pain. എന്റെ ദൈവത്തിന്റെ സ്നേഹം ഞാൻ ഈ വേദനയിലൂടെ, അന്ധതയിലൂടെ അനുഭവിക്കും. മലയാളത്തിന്റെ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ 37-ാമത്തെ വയസ്സിൽ പൂർണ്ണ ബധിരനായി മാറിയ മനുഷ്യൻ. 37-ാമത്തെ വയസ്സിൽ ബധിരനായതിനു ശേഷമാണ് അദ്ദേഹം ബധിരവിലാപം എന്ന അനുഗ്രഹീത കാവ്യം എഴുതിയത്. ഋഗ്വേദത്തിന് പരിഭാഷ എഴുതുമ്പോൾ വള്ളത്തോളിന് പ്രായം 80. ബധിരനായി പോയ ഒരാൾ. ചില ജീവിതങ്ങളിൽ ദമസ്കോസ് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ചില ജീവിതങ്ങളിൽ ദമസ്കോസ് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അതുകൊണ്ടാണ് ദസ്തയേവ്സ്കി എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ ഈ ജന്നി ബാധിക്കുന്ന രോഗം, ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന പ്രയാസം, അത് അദ്ദേഹത്തെ അലട്ടുമ്പോഴും ഒരു വേള അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത്, ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും എന്റെ വേദന ഞാൻ പകരം തരില്ല കേട്ടോ. എന്റെ ദൈവത്തെ ഞാൻ മുഖാമുഖം കാണുന്ന നേരമാണ് എന്റെ അപസ്മാരം. എളുപ്പമുള്ള കാര്യമല്ല.
ശൗലിൽ ഇതാ സംഭവിച്ചിരിക്കുന്ന ഒരു ദമസ്കോസ്. പീഡകനായി നിലത്ത് വീണവൻ പടയാളിയായി എഴുന്നേറ്റു. ക്രൂശിന്റെ പടയാളി. അതാണ് സ്വർഗം. പീഡകനായി നിലത്ത് വീണവൻ ക്രൂശിന്റെ പടയാളിയായി. വീണയാളല്ല, വീണയാളുടെ പേര് ശൗൽ, എഴുന്നേറ്റയാളുടെ പേര് പൗലോസ്. രണ്ടാം സ്ഥലം സ്നേഹിതരെ, തർസോസ്, ദമസ്കോസ്. എഴുന്നേറ്റ് ഇതാ ശൗൽ നീങ്ങിയിരിക്കും. നമ്മുടെ ജീവിതത്തിനൊരു പാഠമല്ലേ? ജീവിതത്തിന്റെ ചില വേണ്ടാധീനങ്ങളുടെ തർസോസുകളിൽ ഒരു ദമസ്കോസ് ഉണ്ടാകില്ലേ? മൂന്നാം സ്ഥലം, നമുക്ക് ദമസ്കോസിൽ നിന്ന് വരുമോ മുന്നോട്ട് പോവാം. അറേബ്യ, സ്പേസ് ഓഫ് ഇന്ററാക്ഷൻ. അറേബ്യ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരിക ചുട്ടുപഴുത്ത് കിടക്കുന്ന മരുഭൂമിയാണ്, മണൽക്കാടുകളാണ്. എന്താണ് പൗലോസ്ലീഹയുടെ ജീവിതത്തിലെ അറേബ്യ? ഗലാത്യ ലേഖനം അതിന്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എനിക്ക് മുൻപേ അപ്പോസ്തോലന്മാരായവരോട് ആലോചിക്കുകയോ എന്റെ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കുകയോ ചെയ്യാതെ, യെറൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ ഞാൻ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അവിടെ 3 സംവത്സരം പാർത്തു. എന്ന് പറഞ്ഞാൽ ദമസ്കോസിൽ പുതിയ മനുഷ്യനായ പൗലോസ്ലീഹ നേരെ മിഷനറി യാത്രക്ക് ഇറങ്ങുകയല്ല, നേരെ ഏകാന്തരയുടെ അറേബ്യയിലേക്ക്. അത് സംവാദത്തിന്റെ ഇടമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ നീ സകലതും മറന്ന് തിന്മ പ്രവർത്തിച്ച് എന്ത് വേണ്ടാധീനം കാണിച്ചു നടന്നാലും നിന്നെ പിടിക്കുന്ന ഒരു ദമസ്കോസിൽ നിന്ന് ദൈവവും നീയും മാത്രമുള്ളൊരു അറേബ്യ. സ്പേസ് ഓഫ് ഇന്ററാക്ഷൻ. ഹോശയ്യ പ്രവാചകൻ പറയുന്നുണ്ട് 2:14, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഒരു ഭക്തനോട് ദൈവം ഹൃദ്യമായി സംസാരിക്കുന്ന സ്ഥലമാണ് മരുഭൂമി. ഒരു കാമുകനും കാമുകിയും കൊണ്ട് മരുഭൂമിയിൽ പോവില്ല, വല്ല മൂന്നാറിലോ വണ്ടർലായ്ക്കോ ഒക്കെ പോത്തേ ഉള്ളൂ. പക്ഷേ ഞാൻ അവളെ വശീകരിച്ച് എവിടേക്ക്? മരുഭൂമിയിൽ ഹൃദ്യമായി സംസാരിക്കും. രോഗമൊരു മരുഭൂമിയാണെങ്കിൽ, കണ്ണീരൊരു മരുഭൂമിയാണെങ്കിൽ, അലച്ചിലുകൾ ഒരു മരുഭൂമിയാണെങ്കിൽ, നെടുവീർപ്പുകൾ ഒരു മരുഭൂമിയാണെങ്കിൽ, അറേബ്യയിൽ ദൈവം പൗലോസ്ലീഹയോട് അവിടെ വെച്ചായിരിക്കണം അദ്ദേഹം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത്, ആത്മാവിൽ യാത്ര ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു അറേബ്യ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങോട്ട് നോക്കിയാണ്? കിഴക്കോട്ട് നോക്കിയാണ്. എത്ര ദിക്കുകളുണ്ട് ഈ ഭാഗത്തൊക്കെ? 4. നല്ല ഉത്തരാണ്. എന്തെങ്കിലും ഇത് പറയണം, പക്ഷെ ഞാൻ സമ്മതിക്കില്ല. 4: കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. അല്ല, ഇത്തിരിയൂടെ ആലോചിച്ചിട്ട് പറ. നിങ്ങൾ പറഞ്ഞ ശരിയാണ്, ഇത്തിരിയൂടെ ആലോചിച്ചിട്ട് പറ. എത്ര ദിക്കുകളുണ്ട്? 8. ഭാരതീയ ചിന്തയിൽ അഷ്ടദിക്പാലകൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതേതാണ്? ദൈവം, ഇതൊക്കെ പോലും തെറ്റിയിരിക്കുകയാണോ? തെക്ക്, കിഴക്ക്. ഇതേതാണ്? തെക്ക്, പടിഞ്ഞാറ്. ഇതേതാണ്? വടക്ക്, പടിഞ്ഞാറ്. ഇതേതാണ്? കിഴക്ക് വടക്കാണോ വടക്ക് കിഴക്കാണോ? രണ്ടും പറയാം, അല്ലെങ്കിൽ വടക്ക് കിഴക്ക് നമ്മൾ പറയും. ഇപ്പോഴെത്രയായി? 8. അതും ഞാൻ സമ്മതിക്കില്ലേ. ഇത്തിരിയുടെ കൂട്ടിപ്പിടിച്ചോളൂ. എത്ര ദിക്കുകളുണ്ട്? 11 എന്ന് പറയട്ടെ. അപ്പോൾ 9. ഇനിയിപ്പോ എങ്ങോട്ട് ചൂണ്ടും? ഞാൻ പർവ്വതങ്ങളിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു. എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? സ്വർഗമേ. 9-ാം 10. ഇനി എങ്ങോട്ടെങ്കിലും ചൂണ്ടിക്കോളൂ.
മണ്ണാൽ മനയപ്പെട്ടവനെ നീ നിഗളിക്കേണ്ട, മണ്ണേ നാളെ ചേരും നീ മാതാവാ മണ്ണിൽ. എങ്ങനെ വലിയോർ ഭീകരരായി തീർന്നു, കബറിനുള്ളിൽ കയറി കാണുക നീ. ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് മണ്ണ്. താഴേക്ക് മണ്ണാണെന്നുള്ള ബോധ്യം ഈ ജാടേ പത്രാസും ഒക്കെ തീരും. മണ്ണാണ് 10 ഇനിയിപ്പം കൊണ്ട് ചൂണ്ടും 11 പാതാളം അല്ലേ? സമ്മതിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് നന്ദി. 11 ഉള്ളിലേക്ക് ഉള്ളിലേക്ക് അവനവന്റെ അകത്തേക്കാണ് അവസാനത്തെ ദിക്ക്. അതാണ് പറയുക അറേബ്യ, ദൈവം സംസാരിക്കുന്ന അറേബ്യ ഈ 11ാമത്തെ ദിക്കല്ലേ ഉത്തമഗീതത്തിൽ. അതുകൊണ്ടാണ് മണവാട്ടി പറയുന്നത് എന്നെ വലിക്ക, നാം ഓടിപ്പോക. എങ്ങോട്ട്? ജീവിതത്തിന്റെ ചില അറേബ്യകൾ ദൈവവുമായി മുഖാമുഖം സംസാരിക്കുന്ന കർത്താവ് 40 ദിവസം ആ മരുഭൂമിയിലായിരുന്നു. മോശ 40 വർഷം, 40നും 80നും ഇടയ്ക്കുള്ള പ്രായം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ മരുഭൂമി? അറേബ്യയുടെ പ്രത്യേകത, ഒരാളുടെ ആന്തരിക മനുഷ്യൻ പുറത്തു വരുന്ന സ്ഥലമാണ് അറേബ്യ. ആന്തരിക മനുഷ്യൻ, ശൗലിന്റെ ആന്തരിക മനുഷ്യൻ പുറത്തു വരുന്നത് അറേബ്യയിലാണ്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു പുത്തൻ അഗ്നി ചങ്കിലിട്ടുകൊണ്ടാ വരിക. ഇടനെഞ്ചിൽ സുവിശേഷത്തിന്റെ തീക്കനൽ വാരിക്കൂട്ടിയിട്ടാ വരിക. ആന്തരിക മനുഷ്യൻ പുറത്തു വരിക. മരുഭൂമിയിൽ സംഭവിച്ചതെന്തെന്നറിയാം? അറേബ്യയിൽ ഒരാളുടെ അഹംബോധം ആത്മബോധമാകും. നമുക്ക് ആദ്യം പറഞ്ഞതുണ്ട്, അറേബ്യയിൽ തർസോസിന്റെ അഹംബോധം ആത്മബോധമായി മാറി. അഹംബോധം ആത്മബോധമായി. ഈ പ്രാർത്ഥന എന്ന് പറയുന്നതിന് വളരെ മനോഹരമായ ഒരു സിമ്പിൾ ഡെഫിനേഷൻ ഉണ്ട്. പ്രയർ ഈസ് എ ക്വാളിറ്റി ടോക്ക് എന്നാ പറയുക. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി സെൽഫ് ടോക്ക് കൂടെയാണ്. നമുക്കിങ്ങനെ സ്വയം സംസാരിക്കാം. ക്വാളിറ്റി സെൽഫ് ടോക്കാണ്. പ്രിയപ്പെട്ടവരെ, ഈ അറേബ്യയിലായിരിക്കണം 2 കൊരിന്ത്യർ 12:2 പറയുന്നത് പോലെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം എന്ന് അദ്ദേഹം പറയുക. നമ്മുടെ വിഷയം അറേബ്യയാണ്. പ്രിയപ്പെട്ടവരെ, കുറ്റബോധം അനുതാപത്തിലേക്കും, അനുതാപം മനമാറ്റത്തിലേക്കും, മനമാറ്റം ആരോഗ്യപരമായ സംവാദത്തിലേക്കും കൊണ്ടുപോകുന്ന പൗലോസ്ലീഹായുടെ ജീവിതം. മനുഷ്യൻ ആരാണ്? നമ്മുടെ ജീവിതത്തിൽ ഈ ഏകാന്തതയുടെ 11ാം ദിക്കോ അറേബ്യയിൽ ഇല്ല എന്നുള്ളതാണ്. ശരീരമെന്ന വസ്ത്രത്തെ അണിഞ്ഞിരിക്കുന്ന ആത്മചൈതന്യമാണ് മനുഷ്യൻ എന്ന് പറയും. ശരീരമെന്ന വസ്ത്രത്തെ അണിഞ്ഞിരിക്കുന്ന ആത്മചൈതന്യം. അതുകൊണ്ടാണ് ഒരൊറ്റ മുറിവായി തീരുമ്പോഴും തമ്പുരാൻ ക്രൂശിൽ ശരീരത്തെ കുറിച്ചല്ല പറയുക, എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. നമ്മൾ ഈ കൊമ്പത്തെ ആത്മാവിനെ കുറിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ കൈക്കൊരു വേദന വരുമ്പോഴോ ഒരു തലവേദന വരുമ്പോഴോ നമുക്ക് ആത്മാവ് താത്തു വെക്കും, പിന്നെ ശരീരം മാത്രമേ ഉള്ളൂ. ഡിസ്കിന്റെ പ്രോബ്ലം വരുമ്പോഴോ വിട്ടുമാറാത്ത മൈഗ്രെയിൻ ഉള്ളപ്പോഴോ നമ്മൾക്ക് ആത്മാവൊന്നും പ്രാർത്ഥിക്കാനൊക്കെ ഇല്ല, ശരീരം മാത്രമാണ്. പക്ഷേ ശരീരം എന്ന വസ്ത്രത്തെ അണിഞ്ഞിരിക്കുന്ന ആത്മചൈതന്യമാണ് നിങ്ങൾ. അറേബ്യ ഒരു പിൻവാങ്ങലിന്റെ ഏകാന്തതയുടെ കുടീരമാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറയൂ, ദൈവം ഇടപെട്ട ഒരു മനുഷ്യന് പിൻവാങ്ങാതെ തരമുണ്ടോ? നമ്മളൊക്കെ ഇങ്ങനെ അപ്പ് എന്ന് പറഞ്ഞ് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ദൈവം ഇടപെട്ട ഒരു മനുഷ്യനെ പിൻവാങ്ങാതെ തരില്ല. പിറകോട്ട് പിറകോട്ട്. തർസോസിൽ മുന്നോട്ടോടിയവൻ, വലിച്ചിഴച്ചവൻ ദമസ്കോസിന്റെ പടിവാതിലിൽ വീണുപോയപ്പോ എഴുന്നേറ്റ് അറേബ്യയിലേക്ക് പിൻവാങ്ങുക. ഒരാൾ പിൻവാങ്ങുന്നെങ്കിൽ അതിന്റെ അർത്ഥം അയാളിലൂടെ ആത്മചൈതന്യം പൂത്തു തുടങ്ങി എന്നാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആത്മാവ് ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എത്ര സുന്ദരമാണ് ഈ സങ്കീർത്തനത്തിന്റെ ശകലം. എൻ്റെ ആത്മാവ് ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. ഒരു നോമ്പുകാലത്തിലേക്ക് പോകുന്നു നാം. ആന്തരിക മനുഷ്യൻ വേപ്പ് മരം പൂക്കുന്നത് വേനലിന്റെ ഉച്ചിയിലാണെന്നാണ്.
വേപ്പുമരത്തിന്റെ പ്രത്യേകതയാണത്. അതിന്റെ ഫ്ലവറിംഗ് സീസൺ അതാണ്. ലെന്റ് എന്ന വാക്കിന് അങ്ങനെയും ഒരു അർത്ഥമുണ്ടല്ലോ. ഒരാളുടെ പൂത്തുലയുന്ന കാലം, വേപ്പമരം പൂക്കുന്നൊരു വേനലിന്റെ ഉച്ചിയിലാണെങ്കിൽ അറേബ്യ പൂത്തുലയുന്ന വേപ്പമരത്തിന്റെ പൂക്കാലമാണ്. 3 സ്ഥലങ്ങൾ നമ്മളിപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു. അവിടെ നിൽക്കരുത്. 4ാം സ്ഥലത്തിലേക്ക്, ദമസ്കോസ്. അവിടെ നാം ചിന്തിച്ച പല ത്രില്ലും ബില്ലും ഇല്ലും 5 കുപ്പികളുമൊക്കെ പ്രാകൃത സ്വഭാവത്തിന്റെ ഹിംസ പണം വിടർത്തിയാടുന്ന ഇടമാണെങ്കിൽ അവിടെ നിന്ന് നിനക്കൊരു തർസോസ് ഉണ്ടെങ്കിൽ ഒരു ദമസ്കോസ് ഉറപ്പാണ് മോനെ. സ്വർഗം പറയാ മക്കളെ, നിനക്ക് വെച്ചിട്ടുണ്ട് ഒരു ദമസ്കോസ്. അവിടെ നിന്ന് പിൻവാങ്ങലിന്റെ അറേബ്യയിലേക്ക് 4ാം സ്ഥലം, പൗലോസ്ലീഹയുടെ ജീവിതത്തിന്റെ 4ാം സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ വിളിച്ചോട്ടെ. ആന്റിയോക്ക്, അന്തോക്കിയ, സ്പേസ് ഓഫ് ഇൻഫ്ലെയിം, ഒരു ജ്വലനത്തിന്റെ സ്ഥലമാണത്. അന്തോക്കിയ, സുവിശേഷത്തിന്റെ അഗ്നി ജ്വലിക്കുന്ന. പൗലോസ്ലീഹ അറേബ്യയിൽ നിന്ന് പിൻവാങ്ങിപ്പോയത് ദമസ്കോസിലേക്കും യെരൂശലേമിലേക്കും അന്തോക്കിയയിലേക്കുമാണ്. അവിടെ നിന്നാണ് അദ്ദേഹം സുവിശേഷത്തിന്റെ ഒരു കൊടുങ്കാറ്റായി 39 നഗരങ്ങളിലേക്ക്, 30 രാജ്യങ്ങളിലേക്ക്, 30 വർഷം ക്രൈസ്തവനായിരുന്നവൻ 20 വർഷം റോഡിൽ സഞ്ചാര മിഷണറിയായി കാലത്തിൽ യാത്ര ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, പൗലോസ്ലീഹയുടെ സുവിശേഷം, അത് ഇൻഫ്ലെയിമബിൾ ആയിരുന്നു. ഒരു പ്രഭാഷണം തന്നെ, ഒരു പ്രസംഗം തന്നെ, അല്ലെങ്കിൽ ഒരു അധ്യാപനം തന്നെ, ഒരു പഠിപ്പിക്കൽ തന്നെ 3 സ്റ്റേജ് ഉണ്ടെന്നാണ് പുത്തൻകാവിലെ കൊച്ചു തിരുമേനി പറയുക. ഒന്നാമത്തേത് ഇൻഫോർമേറ്റീവ്, കുറെ അറിവുകൾ കിട്ടുക. നമ്മളൊന്നും അവിടെ പോലും എത്തുന്നില്ല. രണ്ടാമത്തെ ഇൻസ്പയറിംഗ് എന്ന് പറയും, ഒന്ന് സ്വാധീനിക്കുന്നതാണ്, അങ്ങനെയൊക്കെയുള്ളതുണ്ട്. മൂന്നാമത്തേത് ഇൻഫ്ലെയിമിങ് ആവുകയാണ്, ചിലരെ വല്ലാതെ കത്തിക്കുകയാണ്. പൗലോസ്ലീഹയുടെ ശുശ്രൂഷ ഇൻഫോർമേറ്റീവ് ആയിരുന്നില്ല, ഇൻസ്പയറിംഗ് ആയിരുന്നില്ല, അതുക്കും മേലെ എന്ന് പറയും, ഇൻഫ്ലെയിമബിൾ ആയി മാറി. യെരൂശലേമിൽ നിന്ന് 150 മൈൽ അകലെയുള്ള ദമസ്കോസിലേക്ക് ക്രിസ്ത്യാനികളെ പിടിച്ചുകൊട്ടിക്കൊണ്ടുപോയ ചരിത്രമാണ്. അതിന്റെ കാരണം പട്ടണങ്ങളിൽ ക്രൈസ്തവ മതം വ്യാപിക്കാതിരിക്കാനാണ്. 180 മൈൽ ക്രിസ്ത്യാനികളെ വലിച്ചിഴച്ച് മുടിച്ചുകൊണ്ട് നടന്നവൻ അദ്ദേഹത്തിന്റെ മിഷണറി യാത്രകളിൽ 1500 മൈൽ കാൽനടയായി സഞ്ചരിച്ചിട്ടുണ്ട്. ഇതാണ് ദൈവം. 180 മൈൽ ക്രൈസ്തവനെ വലിച്ചിഴച്ചവൻ പിൽക്കാലത്ത് ആ തമ്പുരാനു വേണ്ടി, ആ സ്വർഗത്തിലെ കർത്താവിന് വേണ്ടി 1500 മൈൽ നടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 10 ഇരട്ടി കൃപയിലേക്ക് ദൈവം കൊണ്ടുപോയില്ലേ? ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ്. എവരി ക്രിസ്ത്യൻ ഈസ് എ മിഷണറി, എവരി വൺ ഔട്ട്സൈഡ് ക്രൈസ്റ്റ് ഈസ് എ മിഷൻ ഫീൽഡ് എന്ന് പറയും. ഓരോ ക്രൈസ്തവന്റെ ഉള്ളിലും ഒരു അന്തോഖ്യ. അത് സഭാപരമായി എടുക്കാനല്ല, ഈ ചിന്തയുമായി ബന്ധപ്പെട്ടാണ്. ഒരു സുവിശേഷത്തിന്റെ അഗ്നി നമ്മുടെയൊക്കെ അകത്ത് കാണണമെന്നാണ്. ഓരോ ക്രൈസ്തവന്റെ മുമ്പിലും എവരി ക്രിസ്ത്യൻ ഈസ് എ മിഷനറി, എവരി വൺ ഔട്ട്സൈഡ് ക്രൈസ്റ്റ് ഈസ് എ മിഷൻ ഫീൽഡ് എന്ന് പറയും. നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന ദാമോദരൻ ചേട്ടന്റെ, നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന അബൂബക്കറിന്റെ, നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന ശ്യാമള ചേച്ചിയുടെ ബൈബിളാണ് നമ്മൾ ആയിരിക്കണം, നമ്മളെന്നാണ് വെയ്പ്പ്. അങ്ങനെയാണോ എന്നുള്ളത് നമ്മെ കണ്ട് ആരെങ്കിലും ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? അയൽവക്കക്കാരന്റെ ബൈബിളാണ് ഒരു ക്രിസ്ത്യാനി. അവിടെ വരുമ്പോ നമ്മള് പാളിപ്പോവും, അവിടെ വരുമ്പോ നമ്മള് വീണുപോകും. സഹോദരങ്ങളെ ഓർക്കുക, അന്തോഖ്യ, യെരൂശലേമിൽ നിന്ന് സിറിയ, ആഫ്രിക്ക, യൂറോപ്പിലേക്കുമൊക്കെ ശക്തമായി അദ്ദേഹം സുവിശേഷത്തിന്റെ കാറ്റ് വീശി. മരിച്ചുയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി. പുഴവക്കത്തും സിനഗോഗിലും കാരാഗൃഹത്തിലും കപ്പലിലും ദ്വീപിലും ആ ചെറിയ മനുഷ്യന്റെ അധരങ്ങളിൽ നിന്ന് ഒരു മുരളിയിലെ വേണുനാഥം പോലെ സുവിശേഷത്തിന്റെ വാഹികൾ ഒഴുകിയിറങ്ങുമ്പോ ഉസ്താദ് തിരുമേനി പഠിപ്പിച്ച പാട്ട് പാടാൻ നമുക്ക് തോന്നണം. സുവിശേഷവാഹിയായി തീർക്കണമെന്നെ
ജീവസുവിശേഷ വാഹിയാക്കണേ. അല്ലേ? ഒന്ന് പാടുമോ? സുവിശേഷവാഹിയായി തീർക്കണമെന്നെ, ജീവസുവിശേഷ വാഹിയാക്കണേ. ഈ പുസ്തകം അതിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, താങ്കളുടെ വീട്ടിൽ ആ ഷോക്കേസിന്റെ മൂലയ്ക്ക് ഇരിപ്പുണ്ട്, ആ ഗ്ലാസ് ഇട്ട ടീപ്പോയുടെ അടിയിൽ ഇരിപ്പുണ്ട്. അത് അവിടെ നിന്നൊന്ന് എടുക്കുമോ? അതൊന്ന് അവിടെ നിന്ന് എടുത്തിട്ട് ചങ്കോട് ചേർത്ത് പിടിച്ചിട്ട് 1500 വർഷങ്ങളുടെ ഇടയിൽ 40 തലമുറകളിൽ 40-ലധികം എഴുത്തുകാരിൽ 3 ഭൂഖണ്ഡങ്ങളിലിരുന്ന് 3 ഭാഷകളിൽ വിസ്മയിക്കത്തക്ക രീതിയിൽ എഴുതിയ പുസ്തകം ഒരേ ചരടിൽ കോർത്തെടുത്തതുപോലെ ദൈവത്തിന്റെ ജീവനുള്ള വചനം ഒന്ന് എടുക്കുമോ? അബ്രഹാം ഉൽപ്പത്തി 22 മോറിയ മലയ്ക്ക് യാത്ര തിരിച്ചപ്പോ ബലിയർപ്പിക്കാൻ അബ്രഹാം വിറക് എടുത്തു എന്നാണ് നമ്മൾ ആദ്യം വായിക്കുക. എന്നാൽ മോറിയ മലയുടെ ഉയരത്തിൽ നാം അറിയുന്നു അത് ഇസഹാക്കിന്റെ തോളിൽ എവിടെയോ. എന്തുകൊണ്ട് ഇസഹാക്ക് എന്തുകൊണ്ടാ വിറക് ചുമന്നു എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആരും നിർബന്ധിച്ചത് കൊണ്ടോ ആരുടെയും കമ്പൽഷനൊന്നുമല്ല. അപ്പനെടുത്തു, മകൻ ഏറ്റെടുത്തു. അപ്പനെടുത്തു, മകൻ ഏറ്റെടുത്തു. 450 ഗ്രാം ഭാരമുള്ള ഒരു കുർബാന ക്രമം പോലും എടുത്തുകൊണ്ട് പള്ളിയിൽ പോകാൻ നമുക്ക് പറ്റുന്നില്ല. നീ എടുത്താൽ നിന്റെ തലമുറ ഏറ്റെടുക്കും. സഹോദരങ്ങളെ, നമ്മളിപ്പോഴും ഇങ്ങനെ തീരത്ത് മാത്രം നിൽക്കുന്ന ആഴം കുറഞ്ഞൊരു ആത്മീയതയിലാണ്. അറേബ്യ നാലാം സ്ഥലം. അവിടെ നിന്ന് അദ്ദേഹം അന്തോഖ്യ 4-ാം സ്ഥലം. അവിടെ നിന്ന് അദ്ദേഹം നടത്തിയ 3 സുവിശേഷ യാത്രകൾ യെരുശലേമിൽ നിന്നൊക്കെ ആരംഭിച്ച് പലയിടങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് പതിപ്പിച്ചു നോക്കിക്കേ. തർസോസ് എത്ര മോശമായിരുന്നു ആ ജീവിതത്തിന്റെ നിമിഷങ്ങൾ. ദമസ്കോസ് എത്ര ശോകമായിരുന്നു. അറേബ്യ എത്ര മൗനമായിരുന്നു. അന്ത്യോക്യ എത്ര വാചാലമാണ്. തീതുപ്പുന്ന ആത്മപ്രബോധനങ്ങൾ കൊണ്ട് കാലത്തെ വിസ്മയിപ്പിച്ചവൻ. പ്രാകൃതമായിരുന്നത് ശോകത്തിലേക്കും പിന്നെ മൗനത്തിലേക്കും പിന്നെ വാചാലത്തിലേക്കും മാറിയ അറേബ്യ. നമുക്ക് മുന്നോട്ട് പോകാം 5-ാം സ്ഥലത്തിലേക്ക്. 5-ാം സ്ഥലം മെലീത്ത, മാൾട്ട. സ്പേസ് ഓഫ് ഇറിറ്റേഷൻ. ഈ എന്താണ് ഈ മെലീത്ത മാൾട്ട എന്ന് പറയുന്ന സ്ഥലം? പൗലോസ്ലീഹ ഇങ്ങനെ സുവിശേഷ യാത്രകളൊക്കെ നടത്തി അപ്പോസ്തല പ്രവൃത്തികളിൽ മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അദ്ദേഹം സ്പെയിനിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ബന്ധനസ്ഥനാക്കപ്പെട്ടത്. അദ്ദേഹം റോമൻ സിറ്റിസൺ ആണ്, റോമ പൗരനാണ്. അദ്ദേഹം ബന്ധനസ്ഥനാക്കപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 27-28 അധ്യായങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കൂ, നമുക്ക് കിട്ടും. അങ്ങനെ അലക്സാണ്ട്രിയയിൽ നിന്ന് റോമിലേക്ക് ധാന്യം കൊണ്ടുപോകുന്ന ഒരു കപ്പൽ, കൈവിലങ്ങുകൾ അണിയിക്കപ്പെട്ട പൗലോസ്ലീഹ വാചാലമായ തന്റെ ജീവിത ശുശ്രൂഷയിൽ നിന്ന് അദ്ദേഹം വിലങ്ങ് വയ്ക്കപ്പെടുന്ന ബന്ധനത്തിലേക്ക് മാറി. 276 പേരുണ്ട് ആ കപ്പലിൽ. ചാക്കുകളുടെ ഇടയ്ക്ക് അട്ടിയിട്ടതുപോലെ ഇട്ടേക്കുക. നിങ്ങൾ കണ്ടോ ആ കപ്പൽ? അലക്സാണ്ട്രിയയിൽ നിന്ന് റോമിലെ തീരം ലക്ഷ്യമാക്കി കടലോളങ്ങളെ വകഞ്ഞു മാറ്റി മുൻപോട്ട്. അതിനകത്ത് 276 പേർ. ആ കപ്പൽ യാത്ര തിരിച്ചു. 27-ാം അധ്യായം. യാത്ര തുടങ്ങിയത് എപ്പോഴെന്നറിയാമോ? 27-13 തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ കാര്യം സാധിച്ചു എന്ന് തോന്നി. അങ്ങനെ പറഞ്ഞിട്ടാണ് ശുഭസൂചന ഏറ്റെടുത്ത് യാത്ര ആരംഭിക്കുന്ന ഈ അലക്സാണ്ട്രിയൻ കപ്പൽ. പക്ഷേ
അടുത്ത വാക്യം ഇങ്ങനെയാണ്: ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു, തെക്കൻ കാറ്റ് വഴിമാറി ഈശാനമൂലൻ. എന്താണ് ഈശാനമൂലൻ? നമ്മൾ ഏതോ ഒരു പാട്ടിൽ പാടുമല്ലോ, വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനമൂലനേറുമ്പോൾ. എന്നാ സാധനം നമുക്ക് വലിയ പിടിയില്ല. അങ്ങനെ ഒരു സാധനമുണ്ട്. വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനമൂലനേറുമ്പോൾ. ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും വിശ്വാസനായക പ്രിയ. സകലതും തകർത്തെറിയുന്ന പടിഞ്ഞാറൻ കാറ്റ്. ഈ പടിഞ്ഞാറൻ കാറ്റിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പണ്ട് ചെമ്മീനിൽ, രാമു കാര്യാട്ടിന്റെ ചെമ്മീനിൽ പാടിയതുപോലെ, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയ അരയന്റെ തോണി പോലെ. ഈശാനമൂലൻ എന്ന പടിഞ്ഞാറൻ കാറ്റത്ത് ഈ കപ്പൽ ഉലയുന്നുണ്ട്, കപ്പലാടി ഉലയുന്നുണ്ട്. പ്രിയപ്പെട്ടൊരു ഉലഞ്ഞു പോകുന്നൊരു കപ്പൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്. 14-ാം ദിവസം, 14-ാം രാത്രി ഒരു പുതിയ കര കണ്ടു. അതാണ് മെലീത്ത. 14-ാം രാവുദിച്ചത് മാനത്തോ മഞ്ചാടിക്കടവത്തോ എന്ന പാട്ടുകാരൻ ചോദിക്കുന്നത് പോലെ ഈ 276 പേരും ഈ ചുമതലപ്പെട്ടവരും ഈ ഇളകുന്ന കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ 14-ാം രാത്രിയിൽ ദൂരെ കാണുന്ന കര ഒരു പ്രതീക്ഷയുടെ പുത്തൻ കരയല്ലേ? അതാണ് മെലീത്ത. പ്രിയപ്പെട്ടവരെ, അസ്വസ്ഥതയുടെ സ്ഥലമാണ് മെലീത്ത ദ്വീപിലേക്ക് 276 പേരും ചാടിക്കൊള്ളാൻ പറഞ്ഞു വെള്ളത്തിൽ. കാരണം ഈ കപ്പൽ തകരും. കൊല്ലാൻ മനസ്സില്ല യൂലിയോസ് എന്ന ശതാധിപൻ, കൊല്ലാൻ മനസ്സില്ല, എടുത്ത് ചാടി. അവരെല്ലാം മെലീത്തയിൽ കയറി. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് നീന്താൻ അറിയാം? എനിക്കറിയാൻ പാടില്ല, നിങ്ങൾക്കറിയുമോ? പിന്നെ ഈ കടപ്പുറമൊക്കെ അടുത്തുണ്ടായതുകൊണ്ട് പറ്റത്തില്ല. പിന്നെ എവിടെ വീണാലും നമ്മൾ 4 കാലേ നീന്തും, അത് നമ്മുടെ സ്വഭാവമായത്. ഞാൻ ചോദിക്കുന്നു, എനിക്കും നിങ്ങൾക്കും നീന്താൻ അറിയില്ല. ആ 276 പേരിൽ എത്ര പേർക്ക് നീന്താൻ അറിയാം? അതാണ് ചോദ്യം. ഒരു 20 പേർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. പക്ഷെ ഒന്ന് ഓർക്കണം, ആ 276 പേരിൽ ഒരാൾ പോലും മരിച്ചില്ല. കാരണം അവരുടെ മധ്യേ കൈവിലങ്ങ് വെക്കപ്പെട്ട് കടന്നൊരു മനുഷ്യനുണ്ട്. അത് പൗലോസ്ലീഹായ. എന്തുകൊണ്ടാ മരിക്കാഞ്ഞെന്നറിയാം? ഞാൻ പറയും, ഒരു പട്ടിണി കിടന്ന രാത്രിക്ക് ശേഷം പൗലോസ്ലീഹ അപ്പമെടുത്ത് നുറുക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ആ സങ്കടങ്ങളുടെ കടലലകൾക്ക് മേലെ ഉലയുന്ന കപ്പലിന്റെ ഉള്ളിൽ കുർബാന ചൊല്ലുന്നൊരു പൗലോസ്ലീഹ, കുർബാന ചൊല്ലുന്നൊരു പൗലോസ്ലീഹ എന്ന് കൂട്ടിക്കൊള്ളൂ. അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ ചിന്തിക്കണം നമ്മൾ? അതുകൊണ്ടാകാം പുതിയ കര, അതുകൊണ്ടാകാം മരണം മാറി നിന്നത്, അതുകൊണ്ടാകാം വേദനകൾ തിരിച്ചുപോയത്. പ്രിയപ്പെട്ടവരെ, ഒന്നുറപ്പാണ്, ഈശാനമൂലൻ. എങ്ങനെ പോയാലും കുറെ കൊടുങ്കാറ്റും വേദനയൊക്കെ ഉണ്ടാവും, അതൊന്നും മാറുകയല്ല. പക്ഷേ നിന്റെ ജീവിതത്തിൽ നിന്റെ കപ്പൽ തകരാതെ തമ്പുരാൻ നോക്കിക്കൊള്ളും. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ എണ്ണിയെടുത്താൽ 26 കൂട്ടം പ്രതിസന്ധി വന്നയാളാ. പറഞ്ഞു, ജഡത്തിലെ ശൂലം എനിക്കുണ്ട്, മാറ്റുമോ? തമ്പുരാൻ പറഞ്ഞു, മകളെ മാറ്റത്തില്ല, എന്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. മക്കളെ, ശൂലം മാറ്റത്തില്ല, കൃപ കൂട്ടിത്തരാം. ഈശാനമൂലൻ ഉറപ്പ്. പക്ഷെ നിന്റെ കപ്പല് തകരത്തില്ല, നീ മരിക്കത്തില്ല, നീ തകരത്തില്ല, കൃപ കൂട്ടിത്തരാം. പ്രിയപ്പെട്ടവരെ, ഈ മെലീത്ത ദ്വീപിലേക്ക് നീന്തിക്കേറി. എന്തൊരത്ഭുതം! അവര് അതിഥി സൽക്കാര പ്രിയരാണ്, കുന്നംകുളംകാരെ പോലെ.
അതിഥി സൽക്കാരപ്രിയരാണ്. അവർ ഭക്ഷണം കൊടുത്തു. തീ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോ, തണുപ്പ് മാറ്റാൻ തീ കായുമ്പോ പൗലോസ്ലീഹയുടെ കൈമേലൊരു അണലി. അവര് പറഞ്ഞു, ഇവൻ രക്ഷപ്പെട്ടിട്ടും നീതി ദേവത അവന് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. കുടഞ്ഞു, അണലി തീയിൽ വീണു. എന്തുമാത്രം അസ്വസ്ഥതകളാണ്! ഈ പട്ടിണി, കഷ്ടത, ആപത്ത്, നഗ്നത, ഉപദ്രവം, വാള്, ഈർച്ചവാള്, കപ്പൽ ഛേദം, ഈ അണലി, പാമ്പുകടി ഒക്കെ എണ്ണിക്കോ 26 ഒന്ന് മാറി അസ്വസ്ഥതകൾ. രക്ഷപ്പെട്ടിട്ടും നീന്തി കയറിയിട്ടും പിന്നെയും പാമ്പ്. അണലി ചുറ്റുന്ന പൗലോസ്ലീഹ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അസ്വസ്ഥതകൾ, വിരുന്നു വരുന്ന അസ്വസ്ഥതകളുടെ വേലിയേറ്റം, അതാണ് മെലീത്ത. അവിടുത്തെ ജനം ആദ്യം പൗലോസ്ലീഹയെ കൊലപാതകൻ എന്ന് വിളിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോ ദേവനെന്ന് വിളിച്ചു. ജനം ഇങ്ങനെ സാഹചര്യം അനുസരിച്ച് വിളിച്ചോളും. നമുക്കൊക്കെ അങ്ങനെയാണ്. അസ്വസ്ഥതയും അതിജീവനവും മാറി മാറി പുണരുന്ന ഇടമായി മെലീത്ത മാറി. ആ ദ്വീപിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. 3 മാസം അദ്ദേഹം അവിടെ പാർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മെലീത്ത നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഒരു മെലീത്ത ഉണ്ട്. പൗലോസ്ലീഹ അതുകൊണ്ടാ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി. നമ്മളെല്ലാം സകലമാന മരണ വീട്ടിലും പറയുന്ന ഒരു കാര്യമാണ്, വാക്യമാണ്, നല്ല പോർ പൊരുതി. എന്നാ പോരാ, അമ്മയമ്മയോട്ട് അടിയുണ്ടാക്കിയതാണ്, നല്ല പോരായിരുന്നു തീരുന്നിടം വരെ, പോന്നിടം വരെ. ഇതല്ലത്. പൗലോസ്ലീഹ പൊരുതിയ പോലെ എഫേസോസിൽ വെച്ച് ഞാൻ മൃഗയുദ്ധം ചെയ്തു. എന്തുവേണ്ടി? പോരുകളാണ്. മനുഷ്യജീവിതം ഉരുക്കിടുന്നു, മിഴുനീരിലിട്ട് മുക്കുന്നു, അല്ലേ ദൈവം, അല്ല സർവശക്തൻ. എന്നാൽ പൗലോസ്ലീഹ തന്റെ കഷ്ടാനുഭവത്തെ ഇഷ്ടാനുഭവമാക്കി മാറ്റി. കഷ്ടാനുഭവം ഇഷ്ടാനുഭവമാക്കി മാറ്റി. നമ്മളിപ്പോ നിൽക്കുന്നവരെവിടെ? മെലീത്ത. ആ ദ്വീപിൽ 3 മാസമായി നാം വന്നിട്ട്. ഈ യാത്ര, ഈ രാവിന്റെ യാത്ര, തർസോസിൽ നിന്ന് ഇറങ്ങി ദമസ്കോസിലൂടെ പോയി, ഇരുട്ട് വീണ നിമിഷങ്ങൾ ഓർമ്മയില്ലേ? അറേബ്യയിലേക്ക് പിൻവാങ്ങിയില്ലേ? അവിടെ നിന്ന് മന്തോഖിയുടെ വാചാലതയിലൂടെ നാവിന് അഗ്നി ബാധിച്ചൊരു മനുഷ്യനോടൊപ്പം സഞ്ചരിച്ചില്ലേ? ഇപ്പോഴിതാ അസ്വസ്ഥതയുടെ മെലീത്ത. അവസാന സ്ഥലം പ്രിയപ്പെട്ടവരെ, റോം. സ്പേസ് ഓഫ് ഇൻക്വിസിഷൻ, വിചാരണയുടെ, വിധിയുടെ ഇടം. സ്പേസ് ഓഫ് ഇൻക്വിസിഷൻ, റോമാ പൗരൻ റോമിൽ അവസാനിക്കുക. പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ജീവചരിത്രം, എഴുതപ്പെട്ട ജീവചരിത്രം അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായത്തിൽ അവസാനിക്കും. റോമിലെ തടവറയിൽ അദ്ദേഹം വിചാരണ തടവുകാരനാണ്. അദ്ദേഹം 3-4 തവണ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. എഫേസോസിലെ, കൈസറിയയിലെ, റോമിലെ ഒക്കെ. പക്ഷെ ഇതറിയാം, മെലീത്തായിൽ നിന്ന് പിന്നെയും അദ്ദേഹത്തെ കൊണ്ടുപോയി റോമൻ പൗരനെ റോമിന് പുറത്തു വെച്ച് വിധിക്കാനോ വിചാരണ നടത്താനോ പാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫെലിക്സും ഫെസ്തോസും ഒക്കെ അങ്ങോട്ട് വിട്ടത്. റോമിൽ ചെന്നു. അവിടെ അദ്ദേഹം 2 വർഷം കൂലിക്ക് വാങ്ങിയ വീട്ടിൽ പാർത്തു. എന്ന് പറഞ്ഞാൽ ഹൗസ് അറസ്റ്റ് ആണ്, ലോക്കപ്പ് അല്ല. ലോക്ക് ഡൗൺ എന്ന് പറയാമോ? അറിയാൻ പാടില്ല. ആ പൗലോസ്ലീഹയ്ക്ക് അവിടെ നിന്ന് എങ്ങും പോകാൻ സ്വാതന്ത്ര്യമില്ല. അവിടെ അദ്ദേഹത്തെ വേണമെങ്കിൽ വന്ന് കാണാം. അങ്ങനെയാണ് ഒനേസിമോസ് ഒക്കെ അവിടെ വരിക. ഒരു ലോക്ക് ഡൗൺ പോലെ, ഒരു വീട്ടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന. കാരണം അദ്ദേഹം റോമൻ പ്രിവിലേജ് ഉണ്ട്, റോമൻ പൗരനാണ്. 2 വർഷം അവിടെ പാർത്തു. ഭരണാധികാരികൾക്ക് സത്യം അറിയാം. എന്നിട്ടും പീലാത്തോസിനെ പോലെ ഫെലിക്സ് പറഞ്ഞെന്താ? വിചാരണ നടന്നുകൊണ്ടിരുന്നപ്പോ പൗലോസ്ലീഹ പറയുന്നുണ്ട്, സുവിശേഷം പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഈ നിമിഷം ഈ ചങ്ങലയൊഴികെ സകലരും എന്റെ പ്രസംഗം കേട്ട് അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ക്രിസ്തുവിൻ്റെതാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രമാത്രം തീവ്രമായിരുന്നു. ഒക്കെ കേട്ടപ്പോ ഫെലിക്സ് പറഞ്ഞു, ഇപ്പൊ പോകാം, അവസരമുള്ളപ്പോ വിളിക്കാം. അങ്ങനെ പറഞ്ഞു, ഇപ്പൊ പൊക്കോ, അവസരമുള്ളപ്പോ അറിയിക്കാം. അങ്ങനെ പറഞ്ഞു. റോമിൽ 2 വർഷം അധികാരികൾക്ക് സത്യം അറിയാം, അവർ കണ്ണു തുറന്നില്ല.
പക്ഷെ റോമൻ പൗരന് ഒരു പ്രത്യേകത അന്നുണ്ടായിരുന്നു. അവനൊരു വിചാരണ തടവുകാരനായി എവിടെയെങ്കിലും കിടന്നാൽ 2 വർഷത്തിനുള്ളിൽ വിചാരണ നടന്നില്ലെങ്കിൽ വിട്ടയക്കാം. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അങ്ങനെയൊന്നുമില്ല. മദിനിയൊക്കെ കർണാടകയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം ഏറെയായി. നമ്മുടെ നിയമമായിരുന്നില്ല അന്ന് റോമിൻ്റെത്. 2 വർഷത്തിൽ കൂടുതൽ ഇട്ടേക്കാൻ പാടില്ല. 2 വർഷം കഴിഞ്ഞിട്ട് പൗലോസ്ലീഹയുടെ വിചാരണ നടന്നില്ല. 2 വർഷം കഴിഞ്ഞപ്പോ ഫ്രീ ആക്കി. പക്ഷെ അത് പിന്നീടുള്ള കഥ, പിന്നീടുള്ള ചരിത്രം അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നില്ല. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. AD 64 റോമ നഗരത്തിൽ വലിയൊരു അഗ്നിബാധയുണ്ടായി. ഇത് നീറോയുടെ കാലമാണ്. നഗരത്തിന്റെ മുഖം മാറ്റുവാൻ പുള്ളി തന്നെ തീ കൊളുത്തി എന്നാണ് പിന്നാമ്പുറത്തെ വർത്താനം. പക്ഷേ പുറത്ത് അങ്ങനെയല്ല അറിയപ്പെട്ടത്. നഗരം മുഴുവൻ കത്തി എരിഞ്ഞ് 7 രാപ്പകലുകൾ പുള്ളി വീണയും വായിച്ചുകൊണ്ട് മേളിയിരിക്കുവാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ റോം കത്തിയെരിഞ്ഞ നാളുകളിൽ ആരുടെയെങ്കിലും തലയിൽ ഈ കുറ്റം കെട്ടിവെക്കണമല്ലോ. അപ്പൊ ഈ ഗോവിണി പോലെ അന്നും ഇന്നും കയറാനുള്ളത് ഈ കൂട്ടമാണല്ലോ, ക്രൈസ്തവനാണ്. അവന്റെ മേളിൽ കെട്ടിവെച്ചു. ആയിരക്കണക്കിന് ക്രൈസ്തവർ അറസ്റ്റിലായി. അവരെ രാത്രികാലങ്ങളിലൊക്കെ തുണി കൊണ്ട് അവരുടെ ദേഹം ചുറ്റി ഇന്ധനമൊഴിച്ച് കത്തിച്ച് വഴിവിളക്കുകളാക്കിയ കഥനമൂറുന്ന ചരിത്രമൊക്കെ ആദ്യകാല ക്രൈസ്തവ പീഡനങ്ങളുടെ ചരിത്രം വിളിച്ചു പറയുന്നുണ്ട്. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ അറസ്റ്റിലായി. വീണ്ടും ഇതാ പൗലോസ്ലീഹ വീണ്ടും തടവിലാക്കപ്പെട്ടു. നീറോയ്ക്ക് സന്തോഷമായി. ക്രൈസ്തവർ പിടിക്കപ്പെട്ടത് ഭാര്യ പൊപ്പിയയുടെ ഇഷ്ടവും അത് തന്നെയായിരുന്നു. പലർക്കും മരണമായിരുന്നു. പക്ഷെ പൗലോസ്ലീഹ റോമൻ സിറ്റിസൺ ആയതുകൊണ്ട് ക്രൂശ് മരണമൊന്നും കൊടുത്തില്ല. അദ്ദേഹത്തെ അങ്ങനെ കൊല്ലാൻ വിട്ടില്ല. അവസാനം ചരിത്രത്തിൽ പുത്തൻ അധ്യായങ്ങൾ എഴുതിച്ചേർത്ത ഈ മഹാനായ മനുഷ്യൻ തർസോസിൽ നിന്ന് ആരംഭിച്ച് ദമസ്കോസിലൂടെ, അറേബ്യയിലൂടെ, അന്തോഖിയയിലൂടെ, മെലീത്തയിലൂടെ റോമിലെ വിചാരണ തടവുകാരനായി വിധിക്കപ്പെടേണ്ടവൻ ഇത് അവസാനം നീറോയുടെ ഭരണകാലത്ത് വീണ്ടും പിടിക്കപ്പെട്ടപ്പോ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ആ ദീപം കെട്ടുപോയിരിക്കുന്നു. ആ വിളക്ക് അണഞ്ഞുപോയി. ചക്രവാളങ്ങൾ ആർത്ത് കരഞ്ഞ് ഒരു വൈകുന്നേരം. സുവിശേഷം ദുഃഖത്താൽ വിതുമ്പിയ നിമിഷം. ക്രൈസ്തവഗോളം കണ്ണീരണിഞ്ഞ ചരിത്രത്തിന്റെ യാമങ്ങൾ. ആ വിളക്ക് അണഞ്ഞുപോയിരിക്കുന്നു. 6-ാം സ്ഥലം. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തോലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. യേശുവില്ലാത്ത തോണിയേക്കാൾ യേശുവുള്ള കടലാണെന്ന് പറഞ്ഞ പത്രോസിനും മരണമില്ല. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോക എന്ന് വിളിച്ചു പറഞ്ഞ് മാർത്തോമായ്ക്ക് മരണമില്ല. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക തുടങ്ങിയ വൻകരകളിലേക്ക് സുവിശേഷത്തിന്റെ വിത്തുപാകിയ പൗലോസ്ലീഹായ്ക്കും മരണമില്ല. സർവകാലത്തിലും വെളിച്ചം പ്രസരിപ്പിച്ച ജീവിതങ്ങൾക്ക് മരണമില്ല. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഞാൻ നിങ്ങളെ വിളിച്ചത് 6 ഇടങ്ങളിലേക്കാണ്. നമ്മുടെ ജീവിതം, ക്രൈസ്തവ ജീവിതം ഈ സ്ഥലങ്ങൾ പോലെയല്ലേ? പ്രാകൃത സ്വഭാവത്തിന്റെ വേണ്ടാധീനങ്ങളുടെ തർസോസ്. അങ്ങനെ പോകുമ്പോഴാണ് ആയിരിക്കും ഒരു ദമസ്കോസ്, വീണുപോകുന്ന ദമസ്കോസ്. ദൈവം കൈതൊട്ടാ പിന്നെ പക്വതയുടെ പിന്മാറ്റത്തിലേക്ക്, മൗനത്തിന്റെ അറേബ്യയിലേക്ക്, അവിടെ നിന്നും തമ്പുരാനു വേണ്ടി ശുശ്രൂഷിക്കുന്ന അന്തോഖിയിലേക്ക്, അവിടെ നിന്ന് മുന്നോട്ട് ശുശ്രൂഷയുടെ മധ്യ അസ്വസ്ഥതയുടെ ജീവിതാനുഭവങ്ങളുമായി മെലീത്ത കാത്തിരിക്കുന്നു. ഒരു റോം ജീവിതാവസാനത്തിൽ, ഒരു റോം കാത്തിരിക്കുന്ന നിർണായകമായ വിധിയുടെയും വിചാരണയുടെയും കണ്ണീരിന്റെയും യാമങ്ങൾ. ഈ രാത്രി നിങ്ങൾ ഇത്രയും സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തതിന് നന്ദി. നാം ചിന്തിച്ചത് ആ മനുഷ്യനോടൊപ്പമായിരുന്നു. ഈ രാത്രി നാം ആയിരുന്നത് ആ വിശുദ്ധനോടൊപ്പമായിരുന്നു. സഹോദരങ്ങളെ, ജീവിത വഴികളിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ ഇനിയും നാം കാര്യമായി വിഷയമാക്കി പഠിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒത്തിരി കാര്യമായി നാം
അങ്ങനെ പഠനവിധേയമോ ധ്യാനവിധേയമോ ആക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ഒരു പ്രഭാഷണം, അല്ലെങ്കിൽ ഒരു പ്രസംഗം, അല്ലെങ്കിൽ ഒരു മന്ത്രം, അല്ലെങ്കിൽ അങ്ങനെ നാം കേൾക്കുന്നത് ക്രിയ ചെയ്യണമെങ്കിൽ 4 കർമ്മങ്ങൾ നടക്കണമെന്നാണ്. ഒന്നാമത്തേത് ശ്രവണമാണ്. കേൾക്കുക, കേട്ടുകൊണ്ടിരിക്കുന്നു നാം. രണ്ടാമത്തേത് മനനമാണ്. നമ്മുടെ ബുദ്ധിയിലും യുക്തിയിലും അതിനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. മൂന്നാമത്തേത് ധ്യാനമാണ്. 1.5 അടി താഴേക്ക് പിടിക്കുക, തലച്ചോറിൽ നിന്നും, തലച്ചോറിന്റെ ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിന്റെ നിരുപാധികമായ ധ്യാനത്തിലേക്ക്. 4-ാം തലം കീർത്തനമാണ്. ധ്യാനിച്ചതും മനനം ചെയ്തതും പിന്നെയും പറയുമോ? ഈ കേട്ടത് പറയുമോ? പിന്നെയും സാക്ഷ്യമാകുമോ? പിന്നെയും സാക്ഷ്യമായി ഘോഷിക്കുമോ? ദൈവവചനം ക്രിയ ചെയ്യുമ്പോൾ ശ്രവണം, മനനം, ധ്യാനം, കീർത്തനം, ഈ 4 ക്രിയകളിലൂടെ കടന്നിങ്ങനെ ഒഴുകിപ്പരക്കുമ്പോഴാണ് ക്രൈസ്തവ ചിന്തകൾക്ക് ജീവനുണ്ടാവുക. സുവിശേഷം സന്തോഷിക്കുക, വിശുദ്ധ വചനത്തിന് ആനന്ദമുണ്ടാവുക. കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി 2 വിഷയങ്ങൾ നാം ഒരുമിച്ച് ധ്യാനിക്കാനും പഠിക്കാനും ദൈവാത്മാവ് തന്ന വലിയ കൃപയെ ഞാൻ നന്ദിപൂർവ്വവും സ്തോത്രത്തോടെയും ഓർക്കുന്നു.